തിരുവനന്തപുരം അരുവിക്കര GV രാജ സ്കൂളിന് സമീപത്തെ റോഡിൽ അതിന്റെ ഒരു ശോച്യാവസ്ഥ കൂടിയാണ് നിലവിലുള്ളത്. യാത്രാ ദുരിതത്തിന് പരിഹാരമില്ലാതായതോടെ സ്വന്തം ചെലവിൽ റോഡ് നവീകരിക്കാനുള്ള നടപടികളുമായി നാട്ടുകാർ രംഗത്ത് വരുന്ന ആ ഒരു ഗതികേടിലാണ് അവിടെയുള്ള ആളുകൾ. കഴിഞ്ഞ കുറച്ചു വർഷമായി ഈ റോഡ് ഇങ്ങനെയാണ്. ഒരു മഴ പെയ്താൽ റോഡ് തോടാകും. അരുവിക്കര മൈലം GV രാജ സ്കൂളിന് സമീപത്തെ വെള്ളക്കെട്ടാണ് നാട്ടുകാർക്ക് ദുരിതമായത്. മഴ പെയ്താൽ 4 അടിയോളം വെള്ളം പൊങ്ങുന്ന പ്രദേശത്തിപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് നവീകരിക്കുകയാണ്. മാസങ്ങൾക്ക് മുൻപാണ് പൈപ്പ് ഇടുന്നതിനായി സ്കൂളിന് സമീപത്ത് വാട്ടർ അതോറിറ്റി അധികൃതർ കുഴിയെടുത്തത്. കുഴിച്ചെടുത്ത മണ്ണ് റോഡിന്റെ വശങ്ങളിൽ കൂട്ടിയിട്ടതാണ് വെള്ളക്കെട്ടിന് കാരണം. മഴ പെയ്തതോടെ മണ്ണൊലിച്ചിറങ്ങി ഓടകൾ അടഞ്ഞതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. ഈ വെള്ളക്കെട്ട് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതൽ ആയി വെള്ളക്കെട്ട്. ഇവിടെ വെള്ളം കെട്ടിയാൽ ഏകദേശം ഒരു 4 അടിയോളം വെള്ളം ഈ ഭാഗത്ത് പൊങ്ങും. വഴിയാത്രക്കാർക്ക് പോകാനോ അതുപോലെ നിരവധി വാഹനങ്ങൾ ഇവിടെ വന്ന് ഓഫാവുകയും ഈ ഭാഗത്തൊക്കെ ഒതുക്കി ഇടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ അധികാരികളെ എന്ന് വെച്ചാൽ നവകേരളം ഉൾപ്പെടെ ഉള്ളിടത്ത് പരാതികൾ കൊടുത്തു. MLA നേരിട്ട് കണ്ട് പറഞ്ഞു. എന്തായാലും നാട്ടുകാർ ഇറങ്ങിക്കൊണ്ട് ഇത് വൃത്തിയാക്കാനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്. ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ പ്രദേശവാസികൾ PWD അധികൃതർക്കും അരുവിക്കര MLAയ്ക്കും പരാതി നൽകിയിരുന്നു. പരിഹാരം കാണാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും നാട്ടുകാർ പരാതി നൽകി. മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയില്ലാതായതോടെയാണ് നാട്ടുകാർ സ്വന്തം ചിലവിൽ JCB എത്തിച്ച് മണ്ണ് നീക്കുന്നത്. ഇനിയെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.